ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അമ്പരപ്പുണ്ടാക്കിയത് ഉത്തർപ്രദേശിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഉത്തർപ്രദേശിൽ അവർ പ്രതീക്ഷ വച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മാക്സിമം സീറ്റുകൾ അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള തരത്തിൽ. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും സീറ്റുകളിൽ ഗണ്യമായ കുറവാണ് സംഭവിച്ചത് തന്നെയും. കാരണം BJPക്ക് ഭൂരിഭാഗം സീറ്റുകളും ഉണ്ടായിരുന്നിടത്ത് ഒരു ഗണ്യമായ കുറവ് അവിടെ സംഭവിക്കുകയും 36ഓളം സീറ്റുകളിൽ ചുരുങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതേസമയം ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു നേട്ടമുണ്ടാക്കുന്ന സ്ഥലമായി അത് മാറുകയും ചെയ്തിരുന്നു. അതായത് 43ഓളം സീറ്റുകൾ അവർക്ക് അവിടെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു ഇന്ത്യ സഖ്യത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ SP തന്നെയാണ് ഭൂരിഭാഗം സീറ്റുകളും നേടിയത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണർവുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരുന്നു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും വളരെ വ്യക്തമായ ചിത്രം കണ്ടത് തന്നെയാണ്. അതായത് ഇന്ത്യ സഖ്യം ശക്തിപ്പെടുകയല്ല ചെയ്തത്, ദുർബലമായി പോവുകയാണ് ചെയ്യുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും, ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ദുർബലപ്പെട്ട് ഒരു പടുകുഴിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പോലും പ്രധാന പോരായ്മയായി മാറിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു സർവേ നടന്നിരിക്കുകയാണ്. അതായത് UP നടന്ന ഈ ഒരു സർവേ, ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ നടത്തിയപ്പോഴത്തേക്കും UP നിലവിൽ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും, NDAക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും, ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് 2024 അപ്രതീക്ഷിത തിരിച്ചടിക്ക് ശേഷം NDAയുടെ വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നുള്ള സർവേയാണ് ഇപ്പോൾ മൂഡ് ഓഫ് ദി നാഷൻ പോൾ സൂചന നൽകുന്നത്. അതായത് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ പോൾ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് NDAയുടെ വോട്ടിൽ 4% വർധനവ് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ UP NDAക്ക് 43 മുതൽ 45 സീറ്റുകൾ വരെ നേടാമെന്നും സർവേ പ്രവചിക്കുന്നു. അതേസമയം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തെ NDA ഗണ്യമായി മറികടക്കുമെന്നും പറയുന്നു. BJPയുടെ വോട്ട് വിഹിതം 4% വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ ബ്ലോക്കിന്റെ വോട്ട് വിഹിതം 2% കുറയുമെന്നും ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ 80 അംഗ നിയമസഭയിൽ BJP നയിക്കുന്ന NDA 43 മുതൽ 45 വരെ സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ സർവേ പറയുന്നത്. അതായത് ജനുവരി പതിപ്പിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ നടന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തി നടത്തിയ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ സർവേയിലാണ് ഈ ഒരു തരത്തിലുള്ള സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പൂർണ്ണമായ മാറ്റത്തിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തേക്കാൾ NDAക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 37 സീറ്റുകൾ നേടി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസ് 6 സീറ്റുകൾ നേടി. ഇന്ത്യൻ ബ്ലോക്കിന്റെ എണ്ണം 43 2024 ജൂണിൽ BJP നയിക്കുന്ന NDA തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഭരണകക്ഷിയായിട്ടുള്ള BJPക്ക് പ്രതീക്ഷിച്ചതിലും വളരെ താഴെയായി 33 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ UP BJPയുടെ ആധിപത്യമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ഒരു സർവേ പറയുന്നു. അതായത് NDA 43 മുതൽ 45 സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ ബ്ലോക്കിന്റെ സീറ്റ് വീതം 34 മുതൽ 36 കുറയുമെന്നും തന്നെയാണ് ഈ ഒരു സർവേ കണ്ടെത്തിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPയുടെ വോട്ട് വിഹിതത്തിൽ 4% വർധനവുണ്ടാകുമെന്നും സർവേ കാണിക്കുന്നു. ഇന്ത്യ ബ്ലോക്കിന്റെ വോട്ട് വിഹിതം 2% കുറയാൻ സാധ്യതയുണ്ടെന്നും സർവേ കണ്ടെത്തി. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ NDA 36 സീറ്റുകളായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 43 മുതൽ 45 സീറ്റുകൾ വരെ നേടാമെന്നും. സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 43 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് 34 മുതൽ 36 വരെ ആയിട്ട് കുറയാമെന്നുള്ള തരത്തിലും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വോട്ട് ശതമാനത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 44% ഉണ്ടായിരുന്ന NDAക്ക് 4% കൂടി 48% 44 ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് 2% കൂടി 42 ആകുമെന്നുള്ള കണക്കാണ് ഈ ഒരു പോൾ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉത്തർപ്രദേശിൽ വളരെ വലിയൊരു മാറ്റങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അത് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പുകളും അവിടെ നടന്നു കഴിഞ്ഞിരിക്കും. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും BJPയുടെ വലിയ ആധിപത്യമാണ്
സംഭവിച്ചിരിക്കുന്നത്. കാരണം 10 സീറ്റുകളിലോളം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. അതിൽ 8 സീറ്റുകളും BJPയുടെ ഒരു വമ്പൻ വിജയമാണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. അതായത് SP-യുടെ കോട്ടകളിൽ പോലും BJP SP-യെ തൂത്തെറിഞ്ഞ തരത്തിലുള്ള റിസൾട്ടുകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ അവസാനമായി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള മിൽക്കിപൂർ എന്ന സ്ഥലം BJP SP-യിൽ നിന്നും കൈക്കലാക്കിയത് തന്നെ. അതും ഞെട്ടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ആ വിജയം യോഗിക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ ഒരു റിസൾട്ട്, അതായത് ഇപ്പോൾ ഈ നടത്തിയ ഈ ഒരു സർവേ റിസൾട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ BJPയുടെ വമ്പൻ മുന്നേറ്റവും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം 2027 നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് SP ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും BJPയുടെ ഒരു വമ്പൻ കുതിപ്പ് നടക്കാനായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് 2027 ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ആ ഒരു പോരായ്മകളെല്ലാം തന്നെയും തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വമ്പൻ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് BJP എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രാധാന്യമുള്ളത് RSSന്റെ വലിയൊരു പിന്തുണ BJPക്ക് വളരെ വലിയ തോതിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലും ഹരിയാനയിലും കണ്ടതിനേക്കാട്ടിലും ഉപരി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ 2027 തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമെന്നല്ല, അതികഠിനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഒരിക്കലും ആവത്തില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ യോഗിയുടെ ഒരു മൂന്നാം വരവിന് തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സൂചന കാണുന്നത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഈ ഒരു പോൾ സർവേ റിസൾട്ടിൽ തന്നെ വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണക്കല്ല, അവിടെ ആകെ ചിത്രം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ സംഭവിക്കുകയാണെങ്കിൽ തന്നെയും BJPക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സർവേ റിസൾട്ട് പോലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും യോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയ ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ UP മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് UPയിലെ കഴിഞ്ഞ 10 ഉപതെരഞ്ഞെടുപ്പുകളിലും യോഗി വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗി വീണ്ടും അതിശക്തനായി മാറിയിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു ശക്തിയെല്ലാം തന്നെ പോയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണതോതിൽ പരാജയമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഏത് തരത്തിൽ ആകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.